Now we are going to create an object using a class. ഇപ്പോൾ നമ്മൾ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു ബോക്സിൻ്റെ. ഇനി ആ ബോക്സിൻ്റെ ക്ലാസ്സിൽ നിന്നും നമ്മൾ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത ആ ബോക്സിനെ വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി നമുക്ക് വെക്കാം. വേണമെങ്കിൽ അത് സേവ് ചെയ്യാം, box.java എന്ന് പറഞ്ഞുകൊണ്ട് ആ ക്ലാസ്സിനെ മാത്രം നമുക്ക് വേണമെങ്കിൽ സേവ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പം ഇനി ആ ക്ലാസ് നോക്കിയിട്ട് പ്ലാൻ വെച്ചിട്ട് നമ്മൾ പണിയാൻ പോവുകയാണ് ഓബ്ജക്റ്റ്. അപ്പം അതിനുവേണ്ടി ജാവയിൽ നമ്മൾ ആദ്യമേ ഓബ്ജക്റ്റ് ക്രിയേഷൻ എല്ലാം നടക്കുന്നത് മെയിൻ മെത്തേഡിലാണ് സാധാരണ രീതിയിൽ. അപ്പം അതുകൊണ്ട് in order to create an object we use main method. ഓബ്ജക്റ്റ് ക്രിയേഷൻ നടത്താൻ വേണ്ടി നമ്മൾ മെയിൻ മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വൈ? ബിക്കോസ് എക്സിക്യൂഷൻ സ്റ്റാർട്ട്സ് ഓൺ മെയിൻ മെത്തേഡ്. മെയിൻ മെത്തേഡിലാണ് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. മെയിൻ മെത്തേഡ് ഉപയോഗിച്ച് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആണ് ഓബ്ജക്റ്റ് ക്രിയേഷൻ നടക്കത്തുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഓബ്ജക്റ്റ് ക്രിയേഷൻ നമ്മൾ മെയിൻ മെത്തേഡിൽ സാധാരണ നടത്തുന്നത്. അപ്പോൾ in order to write a main method we have to use another class. അപ്പം മെയിൻ മെത്തേഡ് എഴുതാൻ വേണ്ടി നമുക്കൊരു ക്ലാസ് വേണം. അപ്പം ഇവിടെ മുമ്പേ എഴുതിയ ക്ലാസ് എന്തിനായിരുന്നു? അവിടെ നമ്മൾ പ്ലാൻ വരയ്ക്കുകയായിരുന്നു. ഓബ്ജക്റ്റിന് വേണ്ടിയിട്ട് വരച്ച പ്ലാനാണ് ആ ക്ലാസ്. ഇവിടുത്തെ ക്ലാസ്സോ പണ്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ മെയിൻ മെത്തേഡ് എഴുതാൻ വേണ്ടി നിവൃത്തികേട് കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു ക്ലാസ്സാണ്. അതുകൊണ്ട് ആ ക്ലാസ്സിന് നമ്മൾ പേര് കൊടുത്തു ക്ലാസ് ബോക്സ് ഡെമോ. അപ്പം മെയിൻ മെത്തേഡിന് ക്രിയേഷന് വേണ്ടിയിട്ട് നമ്മളിവിടെ മെയിൻ മെത്തേഡ് നമ്മൾ എഴുതി. അതിന് ശേഷം നമ്മൾ ഓബ്ജക്റ്റ് ക്രിയേഷൻ നടത്തുന്നു. In order to create an object we use a keyword called new operator. നിങ്ങൾക്കറിയാം, ന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഓബ്ജക്റ്റ് ക്രിയേഷൻ നമ്മൾ നടത്തുന്നത്. ദിസ് ഓപ്പറേറ്റർ, ന്യൂ ഓപ്പറേറ്റർ, ഈസ് യൂസ്ഡ് ടു allocate memory during run time. റൺ ടൈമിൽ, എക്സിക്യൂഷൻ ടൈമിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഈ ന്യൂ ഓപ്പറേറ്ററിനുള്ളൂ. വേറെ ഒരു ജോലിയില്ല. ന്യൂ ഓപ്പറേറ്റർ നോസ് ഓൺലി ടു അലോക്കേറ്റ് മെമ്മറി. മെമ്മറി അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ അതിനെ അറിയത്തുള്ളൂ. വേറെ ഒരു പരിപാടിയില്ല അതിന്. സോ ന്യൂ ഓപ്പറേറ്റർ ഈസ് ആൻ ഓപ്പറേറ്റർ യൂസ്ഡ് ടു അലോക്കേറ്റ് മെമ്മറി ഡ്യൂറിങ് എക്സിക്യൂഷൻ ഓർ ഡൈനാമിക്കലി, ഡൈനാമിക്കായിട്ട്, ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ അല്ലെങ്കിൽ റൺ ടൈമിൽ, എക്സിക്യൂഷൻ ടൈമിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് ന്യൂ. നമ്മൾ ആദ്യമേ നേരത്തെ പഠിച്ചു ജാവ ഈസ് എ ഡൈനാമിക് ലാംഗ്വേജ്. 11ാമത്തെ ക്യാരക്ടറിസ്റ്റിക് നമ്മൾ പഠിച്ചായിരുന്നു. അവിടെ നമ്മൾ ആ സമയത്ത് ചുമ്മാ ഒന്ന് പറഞ്ഞു മോസ്റ്റ് ഓഫ് ദ ഓപ്പറേഷൻസ് ഈസ് ടേക്കിംഗ് പ്ലേസ് ഡ്യൂറിങ് എക്സിക്യൂഷൻ. ജാവയിലെല്ലാം തന്നെ എക്സിക്യൂഷൻ നടക്കുന്നത്. ഇവിടെ ഓബ്ജക്റ്റ് ക്രിയേഷൻ നമ്മളിപ്പോൾ 1 by 1 ആയിട്ട് കാണുക. ഓബ്ജക്റ്റ് ക്രിയേഷൻ നടക്കുന്നത് എപ്പോഴാണ്? റൺ ടൈമിലാണ്. അപ്പോൾ റൺ ടൈമിലാണ് ഓബ്ജക്റ്റ് ക്രിയേഷൻ നടക്കുന്നത്. ഇവിടെ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യമേ നമുക്ക് വേണ്ട സ്ഥലമാണ്. നമ്മളൊരു വീട് പണിയുമ്പോഴും ആദ്യമേ സ്ഥലം ഒരുക്കിയിട്ടാണ് വീട് പണിയുന്നത്. അല്ലാതെ പ്ലാനും വരച്ചിരുന്നിട്ട് വീട് പണി നടക്കത്തില്ല. പ്ലാൻ വരയ്ക്കുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ വീട് പണിയാനായിട്ടാണ്. പണിയണമെങ്കിൽ അവിടെ സ്ഥലം വേണം. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ മെമ്മറി സ്ഥലം വേണം. ആ സ്ഥലം കൊടുക്കുക എന്നുള്ള ജോലിയാണ് ഈ ന്യൂ ഓപ്പറേറ്ററിനുള്ളത്. ഇനി എന്തുമാത്രം സ്ഥലം എന്നുള്ളതാണ് അടുത്ത വിഷയം. എന്തുമാത്രം സ്ഥലം വേണം? അപ്പം ന്യൂ ഓപ്പറേറ്ററിൻ്റെ കൂടെ അതും കൂടെ അറിഞ്ഞാലേ ഉള്ളൂ, ആ ന്യൂ ഓപ്പറേറ്ററിന് അത് മനസ്സിലായാലേ ഉള്ളൂ അതുമാത്രം സ്ഥലം അതിന് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ കൺസ്ട്രക്ടറാണ്. അതേപ്പറ്റി നമ്മൾ ഇത് കഴിഞ്ഞ് കുറച്ചേ പഠിക്കത്തുള്ളൂ, എങ്കിൽ ഇപ്പോൾ ഒന്നും പറയാതിരിക്കാൻ പറ്റത്തില്ല. കൺസ്ട്രക്ടർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കൺസ്ട്രക്ടർ ആ പേര് തന്നെ അറിയാം, വൺ ഹൂ കൺസ്ട്രക്ട്. കൺസ്ട്രക്ട് ചെയ്യുന്ന ആളാണ് കൺസ്ട്രക്ടർ. അപ്പോൾ ഇവിടെ കൺസ്ട്രക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ കൺസ്ട്രക്ടറിൻ്റെ പ്രത്യേകത എന്താ?
constructor has the same name as that of its class. ഒരു ക്ലാസിൻ്റെ അകത്ത് ആണ് സാധാരണ കൺസ്ട്രക്ടർ ഉള്ളത്. നമ്മളത് വലിയ താമസിക്കാതെ അടുത്ത ദിവസം നമ്മൾ പഠിക്കും. പക്ഷെ ഇവിടെ നിർവാഹം ഇല്ലാത്തത് കൊണ്ട് ഞാനൊന്ന് ഓടിച്ച് പറയുകയാണ്. ആർക്കെങ്കിലും മനസ്സിലായാലും പേടിക്കേണ്ട, നമ്മളത് കാണും. അപ്പം എല്ലാ ക്ലാസ്സിലും കൺസ്ട്രക്ടർ നമ്മൾ ഉപയോഗിച്ചായിരിക്കും പിന്നീട് ചെയ്യുക. ജാവയിൽ നമ്മൾ ക്ലാസ്സിൻ്റെ അകത്ത് കൺസ്ട്രക്ടർ നമ്മൾ ഇല്ലെങ്കിലും ദർ ഇസ് എ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ. നമ്മൾ ചെയ്തില്ലെങ്കിലും ഒരെണ്ണം ഡിഫോൾട്ടായിട്ടുണ്ട്. ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഡിഫോൾട്ടിൻ്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് അത് ഉപയോഗിക്കുന്നില്ലെന്നേ ഉള്ളൂ. യൂസർ ഡിഫൈൻഡ് കൺസ്ട്രക്ടർ ഉണ്ടെങ്കിൽ ഡിഫോൾട്ട് കൺസ്ട്രക്ടറിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല പൊതുവെ. ഇല്ലെങ്കിൽ അവിടെ എവരി ക്ലാസ് ഇൻ ജാവ ഹാസ് എ default constructor. Every predefined and user defined classes has a default constructor. എല്ലാത്തിനും ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഉണ്ട്. ഈ കൺസ്ട്രക്ടറിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ചാൽ ക്ലാസിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ കൺസ്ട്രക്ടറിൻ്റെ അകത്തുണ്ട്. അത് ഡിഫോൾട്ടായിട്ട് അതിൻ്റെ അകത്ത് വന്നോളും. നമ്മളിപ്പം ഒന്നും കൊടുത്തില്ല, പക്ഷേ ജാവയിൽ ഡിഫോൾട്ടായിട്ട് ഒരു കൺസ്ട്രക്ടർ ഉണ്ട്. അതിൻ്റെ അകത്ത് ഈ പറയുന്ന ഏത് ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടറാണ് കോഡ് ചെയ്തേക്കുന്നത് ആ ക്ലാസ്സിൻ്റെ അകത്തുള്ള വേരിയബിൾസിൻ്റെ ഡീറ്റെയിൽസ് അവൈലബിളാണ്. അല്ലെങ്കിൽ ആ ക്ലാസ്സിൻ്റെ അകത്തെ സ്ട്രക്ചറായിട്ട് നമ്മൾ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ അതെല്ലാം അവിടെ അതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ കൺസ്ട്രക്ടർ എന്ന് പറയുമ്പോഴത്തേനും ഡീറ്റെയിൽസ് നമ്മൾ പിന്നെ പഠിക്കുമെങ്കിൽ ഇപ്പോൾ ഇത്ര അറിഞ്ഞിരിക്കുക. കൺസ്ട്രക്ടറിൻ്റെ പേരെന്ന് പറയുന്നത് ക്ലാസ് നെയിം തന്നെയാണ്. ഇവിടെ കണ്ടോ ബോക്സ്. ഒരു കാര്യം പറയാൻ ഞാൻ താമസിച്ചു പോയി. നമ്മളൊരു ക്ലാസ് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, എവരി ക്ലാസ് നെയിം ഷുഡ് സ്റ്റാർട്ട് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ. എല്ലാ ക്ലാസ് നെയിമും ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് നല്ലത്. ബിക്കോസ് ഇൻ ജാവ ലാംഗ്വേജ് ഓൾ പ്രീ ഡിഫൈൻഡ് ക്ലാസ്സസ് സ്റ്റാർട്ട് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ. എല്ലാ പ്രീ ഡിഫൈൻഡ് ക്ലാസ്സുകളും അങ്ങനെയാണ്. അപ്പം നമ്മളും അങ്ങനെ ശീലിക്കുക. അങ്ങനെ ശീലിച്ചു വന്നാലുള്ള ഗുണം, ഒരു വേർഡ് കണ്ടു കഴിയുമ്പോൾ അത് ക്ലാസ് ആണോ മെത്തേഡാണോ അതാണോ എല്ലാം നമുക്ക് ഒറ്റയടിക്ക് അറിയാൻ പറ്റും. ഏതെങ്കിലും ക്യാപിറ്റൽ ലെറ്ററിലൊരു വേർഡ് കണ്ട, ഇവിടെ ഇപ്പം ബോക്സ് കണ്ട ക്യാപിറ്റൽ ലെറ്ററാണ്. ഇത് കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാം ഇതൊരു ക്ലാസ് നെയിം ആണെന്നുള്ളത്. ഇതെവിടെ എങ്ങനെ ഉപയോഗിക്കുന്നുള്ളെന്ന് പിന്നത്തെ കാര്യം. പക്ഷേ ആ വേർഡ് കാണുമ്പോൾ അതൊരു ക്ലാസ് നെയിം ആണെന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകണം. അപ്പം നമ്മൾ അങ്ങനെ ശീലിച്ചാലേ അറിയത്തുള്ളൂ. തോന്നുന്ന പോലെ സ്മോൾ ലെറ്റർ എഴുതി തെറ്റൊന്നുമല്ല, പക്ഷേ തോന്നുന്ന പോലെ എഴുതി ശീലിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഓരോന്ന് കാണുമ്പോൾ ഇത് എന്നാന്നുകൊണ്ട് നമുക്ക് ഡൗട്ട് തോന്നും. അപ്പം നമ്മൾ അവർ ചെയ്ത അതേ രീതിയിൽ നമ്മളും പഠിച്ചു വന്നാൽ നമുക്ക് എളുപ്പമുണ്ട്. അപ്പോൾ ക്ലാസ്സസ് ഷുഡ് സ്റ്റാർട്ട് വിത്ത് ക്യാപിറ്റൽ ലെറ്റേഴ്സ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്ററാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇഫ് എ ക്ലാസ് നെയിം ഹാസ് മോർ ദാൻ വൺ വേർഡ്, ഒരു ക്ലാസ് നെയിമിൻ്റെ അകത്ത് ഒന്നിൽ കൂടുതൽ വാക്കുണ്ട്. ഇവിടെ ഇപ്പം ബോക്സ് ഡെമോ അങ്ങനെയുണ്ടെങ്കിൽ ഈച്ച് വേർഡ് സ്റ്റാർട്ട് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ. ഒന്നിൽ കൂടുതൽ വേർഡ്സ് ഉണ്ടെങ്കിൽ ഓരോ വേർഡും ക്യാപിറ്റൽ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെയൊക്കെ ശീലിക്കുകയാണ് നല്ലത്. ഇപ്പം ഇവിടെ ബോക്സ് എന്ന് പറയുന്ന കൺസ്ട്രക്ടർ നമ്മുടെ ക്ലാസ്സിൻ്റെ അകത്ത് അങ്ങനെ ഒരു കൺസ്ട്രക്ടറും നമ്മളിവിടെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ ഇറ്റ് ഹാസ് എ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ. അവിടെ ഇല്ലെങ്കിലും ജാവയിൽ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഉണ്ട്. ക്ലാസ്സിൻ്റെ പേര് തന്നെയാണ്, അതാണ് ബോക്സ്. പിന്നെ എൻ്റെ പ്രത്യേകത, ഇറ്റ് ലുക്സ് ആൻഡ് ബിഹേവ്സ് ലൈക്ക് എ മെത്തേഡ്. കണ്ടു കഴിഞ്ഞാലും അതിൻ്റെ ബിഹേവിയർ, അതിൻ്റെ എക്സിക്യൂഷൻ അതെല്ലാം എങ്ങനെയാണ്, ഒരു മെത്തേഡ് പോലെയാണ്, ഒരു ഫംഗ്ഷൻ പോലെയാണ്. കാണുമ്പോൾ കണ്ടോ ഒരു ഫംഗ്ഷൻ പോലെ തന്നെ. ഫംഗ്ഷൻ കാണുമ്പോൾ എങ്ങനെ അറിയാം, പരാന്തസിസ് ഉണ്ട്. പരാന്തസിസിൻ്റെ ഉപയോഗം അറിയാതിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പഠിക്കും. ദിസ് പരാന്തസിസ് ആർ യൂസ്ഡ് ടു റൈറ്റ് പാരാമീറ്റേഴ്സ്, നമ്മൾ പഠിക്കും. അപ്പം ഇത് കാണുമ്പോൾ നമുക്കറിയാം ക്ലാസ് നെയിം തന്നെയാണ്. അപ്പം പരാന്തസിസും ഉണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൺസ്ട്രക്ടർ. സാധാരണ കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് ഒരു ഓബ്ജക്റ്റ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അതിന് കൺസ്ട്രക്ട് ചെയ്യുക. ഒരു കൺസ്ട്രക്ഷൻ നടക്കണമെങ്കിൽ എപ്പോഴാണ് കൺസ്ട്രക്ഷൻ പൂർത്തിയാകുന്നത്, അത് വാല്യൂസ് എല്ലാം കൊടുത്ത് അതിൻ്റെ ഇത്ര ലെങ്ത്, ഇത്ര വിഡ്ത്ത്, ഇത്ര ഹൈറ്റ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്ത് പണി പൂർത്തിയായി കഴിയുമ്പോഴാണ് കൺസ്ട്രക്ഷൻ പൂർത്തിയാകുന്നത്. അപ്പോൾ ഇതിനെ കൺസ്ട്രക്ടർ എന്ന് നമ്മൾ പറയുമ്പോഴും
കൺസ്ട്രക്ട് എന്ന് വിളിക്കാൻ കാര്യം ഇതാണ്. ഈ ഓബ്ജക്റ്റ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ആ ഓബ്ജക്റ്റിന്റെ പണി പൂർത്തിയാക്കണമെങ്കിൽ എന്തുമാത്രം നീളവും വീതിയും ബാക്കി അതിൻ്റെ സ്ട്രക്ചർ എന്തെല്ലാം എത്രമാത്രം ഉണ്ടെന്നെല്ലാം കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതെല്ലാം കൊടുക്കുന്നത് കൺസ്ട്രക്ടറാണ്. ഇപ്പം നിലവിൽ വാല്യൂ ഒന്നും കൊടുത്തിട്ടില്ല, പക്ഷേ ലെങ്തും വിഡ്ത്തും ഹൈറ്റും ഈ നിലവിൽ ഇതിനറിയാം. അപ്പോൾ നമുക്കറിയാം ഡബിൾ ലെങ്ത് ആണ്, അപ്പോൾ 8 ബൈറ്റ്സ് സൈസ് വേണം. വിഡ്ത്ത്, ഹൈറ്റ്, ഇത് മൂന്നും നമ്മൾ ഡബിളാണ് ഡിക്ലെയർ ചെയ്തേക്കുന്നത്. അപ്പം 8 ബൈറ്റ്സിൻ്റെ 3 എണ്ണമാണ്. അപ്പം 24 ബൈറ്റ്സ് സ്ഥലം മാറ്റി വെക്കണമെന്നുള്ളത് ന്യൂ ഓപ്പറേറ്ററിന് മനസ്സിലാവും. ഇപ്പം ന്യൂ ഓപ്പറേറ്റർ ഡൈനാമിക് ആയിട്ട് സ്പേസ് അലോക്കേഷൻ നടത്തണമെങ്കിൽ അതിന് എന്തുമാത്രം സ്പേസ് വേണം എന്നതിനറിയണം. അതുകൊണ്ടാണ് നമ്മൾ ന്യൂ ഓപ്പറേറ്ററിൻ്റെ കൂടെ തന്നെ എപ്പോഴും കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യുന്നത്. നിലവിൽ പ്രീ ഡിഫൈൻഡ് കൺസ്ട്രക്ടർ യൂസർ ഡിഫൈൻഡ് കൺസ്ട്രക്ടർ ഇല്ലാത്തത് കൊണ്ട് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഓട്ടോമാറ്റിക്കായിട്ട് അത് കോൾ ചെയ്യും. അതുകൊണ്ടാണ് നമ്മളിവിടെ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ. ഇത് കാണുമ്പോൾ എങ്ങനെ അറിയുന്നത്? വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ആൻഡ് യൂസർ ഡിഫൈൻഡ് കൺസ്ട്രക്ടർ? യൂസർ ഡിഫൈൻഡ് കൺസ്ട്രക്ടർ ആണെങ്കിൽ യൂസർ കൊടുക്കുന്ന വാല്യൂസ് അതെടുത്ത് വേണം കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ വാല്യൂസ് കൊടുക്കുമ്പോഴും റിസീവ് ചെയ്യാനൊക്കെ പാരാമീറ്റേഴ്സ് കാണും. അപ്പോൾ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ആണ് യൂസർ ഡിഫൈൻഡ് കൺസ്ട്രക്ടർ. പാരാമീറ്റേഴ്സ് ഇല്ലാത്ത എല്ലാ കൺസ്ട്രക്ടേഴ്സിനെയും നമ്മൾ വിളിക്കാവുന്ന പേരാണ് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ. അത് ബൈ ഡിഫോൾട്ടായിട്ട് തന്നെത്താനെ അതെടുത്തോളും. അത് യൂസർ ഡിഫൈൻ ചെയ്യുന്നതല്ല. ഇവിടെ ഡിഫോൾട്ടാണുള്ളത്. ഈ ഡിഫോൾട്ട് കൺസ്ട്രക്ടറിൻ്റെ അതിൻ്റെ അകത്ത് 3 കാര്യങ്ങളുണ്ട്. ലെങ്ത്, വിഡ്ത്ത്, ഹൈറ്റ്, 3 വേരിയബിൾ ഉണ്ട്. വാല്യൂ ഒന്നും നിലവിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ ന്യൂ ഓപ്പറേറ്ററിന് അറിയാം 3 ഇതുണ്ട്, അതുകൊണ്ട് അത് 24 ബൈറ്റ്സ് അത് മാറ്റി വെച്ചോളും. അപ്പം ന്യൂ ഓപ്പറേറ്ററും കൺസ്ട്രക്ടർ കോളിങ്ങും കൂടെ ഒരുമിച്ച് നടന്ന് കൺസ്ട്രക്ടർ കോളിംഗ് പൂർത്തിയായി കഴിഞ്ഞ ശേഷം മാത്രമേ ന്യൂ ഓപ്പറേറ്ററിൻ്റെ ജോലി അവിടെ കംപ്ലീറ്റ് ആകുന്നുള്ളൂ. ദ എക്സിക്യൂഷൻ ഓഫ് ന്യൂ ഓപ്പറേറ്റർ കംപ്ലീറ്റ്സ് ഓൺലി ആഫ്റ്റർ എക്സിക്യൂഷൻ ഓഫ് കൺസ്ട്രക്ടർ. കൺസ്ട്രക്ടറിൻ്റെ എക്സിക്യൂഷൻ അല്ലെങ്കിൽ കൺസ്ട്രക്ടറിൻ്റെ കോഡിംഗ് എല്ലാം തീർന്നതിന് ശേഷവും മാത്രമേ ന്യൂ ഓപ്പറേറ്ററിൻ്റെത് തീരത്തുള്ളൂ. അപ്പം അങ്ങനെ ന്യൂ ഓപ്പറേറ്ററും കൺസ്ട്രക്ടറും കൂടെ കൂടിയാണ് അവിടെ ഓബ്ജക്റ്റ് ക്രിയേഷൻ നടക്കുന്നത്. ഇങ്ങനെ ഈ ഓബ്ജക്റ്റ് ക്രിയേഷൻ നടന്നു കഴിയുമ്പോൾ നിലവിൽ അത് ഏത് ടൈപ്പ് ഓബ്ജക്റ്റ് ആണ്? നമ്മളൊരു പ്ലാന് ഉപയോഗിച്ച് ഒരു വീട് പണിതു. അപ്പം നമ്മൾ പറയും ഈ പ്ലാൻ പോലത്തെ വീടാണ് ഇത്. സ്ഥലവും പൈസയുള്ളവന് ഇനി കുറേ വീട് ഇതുപോലെ തന്നെ പണിത് കൊടുക്കണമെങ്കിൽ ഈ പ്ലാൻ വെച്ചിട്ട് അടുത്ത വീട് വേറെ സ്ഥലത്ത് പണിത് കൊടുക്കും. വേറെ വീട് പിന്നെയും പറയാം. നിങ്ങൾക്ക് പലയിടത്തും സ്ഥലം എടുത്ത് ഇങ്ങനെ പലരും ഒരേപോലെ കുറേ വീട് പണിത് ഇങ്ങനെ വിൽക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് പറയാൻ പറ്റും എല്ലാ വീടുകളും ഈ പ്ലാൻ പോലത്തെ ഈ ഒരു പ്ലാൻ വെച്ചിട്ടാണ് എല്ലാ വീടുകളും. അപ്പം എല്ലാ വീടുകളും എങ്ങനെ ഇരിക്കുന്നത്? ആ പ്ലാൻ പോലത്തെ. അപ്പോൾ പ്ലാൻ പോലത്തെ വീടുകൾ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വരുമ്പോഴാണ് പ്ലാനൊക്കെ അവിടെ ഒരു യൂസർ ഡിഫൈൻഡ് ഡേറ്റ ആകുന്നത്. അല്ലാത്ത ഡേറ്റ നമ്മൾ പഠിച്ചു, ഡേറ്റ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സും ബാക്കിയെല്ലാം അതെല്ലാം ബിൽറ്റ് ഇൻ ഡേറ്റ ടൈപ്സ് ഒക്കെയാണ്. യൂസർ ഡിഫൈൻ ചെയ്യാം നമ്മളൊരു പുതിയ ഡേറ്റ. അപ്പോൾ നമ്മൾ വീട് പണിത് കഴിയുമ്പോൾ നമുക്ക് പറയാം ദാറ്റ് പ്ലാൻ ഈസ് എ യൂസർ ഡിഫൈൻഡ് ഡേറ്റ. യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഡേറ്റയാണ് ആ പ്ലാൻ എന്ന് പറയുന്നത്. ആ പ്ലാൻ പോലത്തെ ഓബ്ജക്റ്റ് പണിത് കഴിയുമ്പോൾ ഒരു വീട് പണിത് കഴിഞ്ഞപ്പോഴത്തേനും ആ വീട് ഈ പ്ലാൻ പോലത്തെ. അതുപോലെ വേറെ വീട് കഴിയുമ്പം അതും അതുപോലെ തന്നെ. ഇപ്പം ചോക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ 100 ചോക്ക് ഉണ്ടാക്കി, ആ എല്ലാ ചോക്കും ഈ അച്ചു പോലത്തെ, ആ ചോക്കിൻ്റെ അച്ചു പോലത്തെ. അപ്പോൾ ആ ഒരു ചോക്ക് കാണിച്ചത് ഇതിൻ്റെ ടൈപ്പ് ഏതാ, ഇതിൻ്റെ ഡേറ്റ ടൈപ്പ് അല്ലെങ്കിൽ ഇത് ഏത് ടൈപ്പിലുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്ലാൻ പോലത്തെ ടൈപ്പ്. അതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മെമ്മറി അഡ്രസ്സ് ഉണ്ട്. ഓബ്ജക്റ്റ് ക്രിയേഷൻ നടക്കുന്ന മെമ്മറിയിലാണെന്ന് ഞാൻ പറഞ്ഞു. ആ മെമ്മറി അഡ്രസ്സിനെ ശരിക്കും ഏത് പ്ലാനിൻ്റെ ഓബ്ജക്റ്റ് ആണ്, ഏത് ക്ലാസിൻ്റെ ഓബ്ജക്റ്റ് ആണോ ക്രിയേറ്റ് ചെയ്തത്
ആ ക്ലാസ് ടൈപ്പിലേക്ക് ആ ഓബ്ജക്റ്റിൻ്റെ നിലവിൽ ഉള്ള മെമ്മറി ലൊക്കേഷനെ കൺവേർട്ട് ചെയ്യും. മെമ്മറി ലൊക്കേഷൻ ഒരു വാല്യൂ ഉണ്ട്, ആ വാല്യൂവിനെ ക്ലാസ് ടൈപ്പ് വാല്യൂയിലേക്ക് ഒരു കൺവേർഷൻ നടക്കും. അത് ശരിക്കും കൺസ്ട്രക്ടറാണ് അത് ചെയ്യുന്നത്. അപ്പം നമ്മൾ ശരിക്കും കൺസ്ട്രക്ടർ പിന്നീട് പഠിക്കുമ്പോഴും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, കൺസ്ട്രക്ടർ ഹാസ് നോ റിട്ടേൺ ടൈപ്പ്. കൺസ്ട്രക്ടറിന് റിട്ടേൺ ടൈപ്പ് ഒന്നുമില്ല, മെത്തേഡ് പോലെയാണ് വർക്ക് ചെയ്യുന്നതൊക്കെ പറഞ്ഞു. പക്ഷേ കൺസ്ട്രക്ടറിന് ഒരു ഡിഫോൾട്ടായിട്ട് റിട്ടേൺ ടൈപ്പ് ഉണ്ട്. ദാറ്റ് റിട്ടേൺ ടൈപ്പ് ഈസ് ക്ലാസ് ടൈപ്പ് വാല്യൂ. എല്ലാ കൺസ്ട്രക്ടറും അത് ഏത് ക്ലാസിൻ്റെ കൺസ്ട്രക്ടറാണോ ആ ടൈപ്പ് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ട്. അത് ഏത് വാല്യൂയാണ് ക്ലാസ് ടൈപ്പിലേക്ക് മാറ്റുന്നത്? ആ ക്ലാസിൻ്റെ ഓബ്ജക്റ്റ് എവിടെയാണോ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ആ മെമ്മറി അഡ്രസ്സിൻ്റെ വാല്യൂ ആണ് ക്ലാസ് ടൈപ്പിലേക്ക് മാറ്റുന്നത്. എന്നിട്ടത് റിട്ടേൺ തരും. അപ്പോൾ ആ വാല്യൂവിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ക്ലാസ് ടൈപ്പ് ഒരു വേരിയബിൾ നമ്മളിവിടെ ഉപയോഗിക്കും. ബോക്സ് ടൈപ്പ് മൈ ബോക്സ് 1 ഒരു വേരിയബിൾ ഞാൻ കൊടുത്തിവിടെ. ബോക്സ് ക്ലാസ് ടൈപ്പാണ് മൈ ബോക്സ് 1 ഈസിക്കൽ ടു അസൈൻ ചെയ്യുവാണ്, ഇങ്ങോട്ട് അസൈൻ ചെയ്യുക. അപ്പം ഓബ്ജക്റ്റ് ക്രിയേഷൻ ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ച് നടക്കുന്നു. കൺസ്ട്രക്ടർ കോൾ ചെയ്യുന്നു. നിലവിലെ ലെങ്ത്, വിഡ്ത്ത്, ഹൈറ്റ് 3 കാര്യങ്ങളുണ്ട്. അതിൻ്റെ സൈസിൽ ഏകദേശം അവിടെ മെമ്മറി അലോക്കേഷൻ നടത്തുന്നു. അതിനുശേഷം ആ മെമ്മറിയുടെ അലോക്കേഷൻ നടന്നതിൻ്റെ മെമ്മറി അഡ്രസ്സിനെ ക്ലാസ് ടൈപ്പിലേക്ക് മാറ്റിയിട്ട് കൺസ്ട്രക്ടർ റിട്ടേൺ തരുന്നു. അതിനെ ക്ലാസ് ടൈപ്പ് ഒരു വേരിയബിളിലേക്ക് റിസീവ് ചെയ്യുന്നു. ബോക്സ് മൈ ബോക്സ് 1 ഈസ് ഈക്വൽ ടു ന്യൂ ബോക്സ്. ഇപ്പം നമുക്ക് പറയാം, വി ക്യാൻ സേ ദാറ്റ് an object is created. ഒരു ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്തുകൊണ്ടാണ്? സ്പേസ് അലോക്കേഷൻ നടന്നു കഴിഞ്ഞു. നമുക്കറിയാം ഫിസിക്കൽ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താ സംഭവം? എനിത്തിങ് വിച്ച് ഓക്യുപ്പൈസ് സ്പേസ് ഈസ് കോൾഡ് ആൻ ഓബ്ജക്റ്റ്. സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്ന എന്തിനേയും നമുക്ക് ഓബ്ജക്റ്റ് എന്ന് വിളിക്കാം, ഫിസിക്കലാണേലും. ഇവിടെ അതുപോലെ തന്നെ, ഇവിടെ എക്സിക്യൂഷൻ കഴിയുമ്പോൾ ഇവിടെ സ്പേസ് അലോക്കേഷൻ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് മൈ ബോക്സ് 1നെ നമുക്ക് എന്ത് വിളിക്കാം? ഇവിടെ ഓബ്ജക്റ്റ് എന്ന് വിളിക്കാം. ഇപ്പോൾ നമ്മൾ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ബോക്സ് മൈ ബോക്സ് 1 ഈസ് ഈക്വൽ ടു ന്യൂ ബോക്സ്. അപ്പം ബോക്സ് എന്ന് പറഞ്ഞ ക്ലാസ് ടൈപ്പിലുള്ള ഓബ്ജക്റ്റാണ് മൈ ബോക്സ് 1. അത് ക്രിയേറ്റ് ചെയ്ത് ന്യൂ ഓപ്പറേറ്റർ വെച്ച് അതിൻ്റെ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ വെച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇതുപോലെ എത്ര എണ്ണം വേണേലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഒരു പ്ലാൻ വെച്ച് പല വീട് പണിയുന്ന പോലെ തന്നെ ഇവിടെ ഒരു ക്ലാസ് വെച്ചിട്ട് എത്ര ഓബ്ജക്റ്റ് വേണേലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അടുത്തത് നോക്കിയേ, മൈ ബോക്സ് 2 ബോക്സ് ടൈപ്പിൽ മൈ ബോക്സ് 2 ഈസ് ഈക്വൽ ടു ന്യൂ ബോക്സ്. ഇവിടെയും ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് പുതിയ മെമ്മറി അലോക്കേഷൻ നടക്കുന്നുണ്ട്, കൺസ്ട്രക്ടർ കോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടും കൂടെ കൂടുമ്പോൾ ഓബ്ജക്റ്റ് ക്രിയേഷൻ അവിടെ നടന്നു കഴിയും. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ പറയാം മൈ ബോക്സ് 2 ഈസ് എ ന്യൂ ഓബ്ജക്റ്റ്. അപ്പോൾ മൈ ബോക്സ് 1 മൈ ബോക്സ് 2 അങ്ങനെ 2 ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ഈ രണ്ടിലും പ്രത്യേകിച്ച് വാല്യൂ ഒന്നും കൊടുത്തിട്ടില്ല. സ്പേസ് 24 ബൈറ്റ്സ് അവിടെ എടുത്തിട്ടുണ്ട്. ഇനി ആ സ്ഥലത്ത് 24 ബൈറ്റ്സ് സ്ഥലത്തിൻ്റെ അകത്ത് നമ്മൾ ഇനി ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഓബ്ജക്റ്റിൻ്റെ സൈസ് നമ്മൾ കൊടുക്കുക. ആദ്യമേ വേണമെങ്കിൽ നമുക്കിങ്ങനെ സെപ്പറേറ്റ് കൊടുക്കാം, പിന്നീട് ഇങ്ങനെയല്ല നമ്മൾ കൊടുക്കുന്നത്, എങ്കിലും ഇവിടെ മനസ്സിലാകാൻ വേണ്ടി. ഇപ്പം നോക്കിക്കേ, ഇവിടെ ഈ മൈ ബോക്സ് 1 എന്ന് പറയുമ്പോൾ ഒരു ഓബ്ജക്റ്റാണ് ബോക്സ് ടൈപ്പിൽ. അപ്പോൾ ഈ ഓബ്ജക്റ്റിൻ്റെ പ്രത്യേകത എന്താ? ബോക്സ് എന്ന് പറയുന്ന പ്ലാനിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇതിനുണ്ട്. ഇതിൻ്റേതായ ലെങ്ത് ഉണ്ട്, അതിൻ്റേതായ വിഡ്ത്ത് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്, അതിൻ്റേതായ ബിഹേവിയർ ഉണ്ട്. മൈ ബോക്സ് 2 ഇത് വേറൊരു ഓബ്ജക്റ്റാണ്. ഇപ്പോൾ 2 മുറി പണിത് കഴിഞ്ഞാൽ 2 മുറിക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ലെങ്തും വിഡ്ത്തും ഹൈറ്റും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇത് മൈ ബോക്സ് 2 എന്ന് പറയുന്ന രണ്ടാമത്തെ ഓബ്ജക്റ്റിനും അതിൻ്റേതായ ലെങ്ത് ഉണ്ട്, വിഡ്ത്ത് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓരോന്നിനും വിഡ്ത്തും ഹൈറ്റും ലെങ്തൊക്കെ നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് നമുക്ക് വാല്യൂ കൊടുക്കാം. അതുകൊണ്ടാണ് ഫസ്റ്റിൻ്റെ വിഡ്ത്താണ് നമ്മൾ പറയും മൈ ബോക്സ് 1 ഡോട്ട് വിഡ്ത്ത്, ആദ്യത്തെ ഓബ്ജക്റ്റിൻ്റെ വിഡ്ത്ത് നമുക്കറിയാം, ഡോട്ട് ഓപ്പറേറ്റർ നമുക്കറിയാം. മൈ ബോക്സ് 1 ഡോട്ട് ഹൈറ്റ് ലെങ്ത്, അപ്പോൾ ആദ്യത്തെ 3 എണ്ണത്തിൻ്റെ വാല്യൂ കൊടുക്കുന്നു. രണ്ടാമത്തതാണ് അതിന് സെപ്പറേറ്റാണ് ലെങ്ത്, വിഡ്ത്ത്, ഹൈറ്റ്. അപ്പോൾ അങ്ങനെ നമുക്ക് വാല്യൂ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു എവരി ഓബ്ജക്റ്റ് ഹാസ് independent copies of
ക്ലാസ് മെമ്പേഴ്സ്. ഒരു ക്ലാസ്സിൻ്റെ അകത്തെ മെമ്പേഴ്സിനെ, ക്ലാസ്സിൻ്റെ അകത്തെ മെമ്പേഴ്സ് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് വേരിയബിൾസ്, നമ്മൾ കണ്ടു, വേരിയബിൾസും മെത്തേഡ്സും. സ്ട്രക്ചറും നേച്ചറും അല്ലേ ഉള്ളൂ. അപ്പം വേരിയബിൾസും മെത്തേഡ്സും. അപ്പോൾ ഇത് രണ്ടും എവിടെയുണ്ട്? എത്ര ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താലും അത്രയും ഓബ്ജക്റ്റിൻ്റെ അകത്ത് ഇൻഡിപെൻഡൻറ്റ് കോപ്പീസ് ആയിട്ട് ഈ പ്ലാനിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും. നമ്മൾ ഒരു പ്ലാൻ വെച്ചിട്ട് എത്ര മുറി പണിതാലും ഓരോ മുറിക്കും അതിൻ്റെതായ ലെങ്തും വിഡ്ത്തും ഹൈറ്റും ഉണ്ട്. ആ പ്ലാനിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഓരോ മുറിക്കും ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ എത്ര ഓബ്ജക്റ്റ് നമ്മൾ ഒരു ക്ലാസ് വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്താലും ആ ക്ലാസ്സിൻ്റെ മെമ്പേഴ്സിൻ്റെ അകത്തെ എല്ലാ കാര്യങ്ങളും ഓരോ മെമ്പേഴ്സിലും ഉണ്ട്.